ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ 5th ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ഹ്യൂമൻ ബോഡി എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നോക്കാം. മനുഷ്യ ശരീരത്തിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നത്. നോക്കാം. ആൾ ലിവിങ് ഓർഗാനിസം നീഡ് ഫുഡ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മുയലിൻ്റെ, ഒരു പാമ്പിൻ്റെ, അതുപോലെ തന്നെ കരടിയുടെ, പിന്നെ തത്തയുടെ. ആൾ ലിവിങ് ഓർഗാനിസം നീഡ് ഫുഡ്. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ, അത് നമുക്കറിയാം. എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ദ ഫുഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് വേരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. അതായത് എന്തോന്നാണ്, ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ആഹാരം സമ്പാദിക്കുന്ന രീതിയും. അതായത് ഒരു ജീവി കഴിക്കുന്ന, ഇപ്പം തത്ത കഴിക്കുന്ന ആഹാരം ആയിരിക്കില്ല മുയൽ കഴിക്കുന്നത്, അല്ലേ? അവരുടെ ആഹാര രീതിയിലും അവയുടെ ജീവിത രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ആൾ ലിവിങ് ഓർഗാനിസം need food. The food and the method of obtaining food vary from organism to organism. Rabbits eating tender grass, parrots pecking at and flying away with the grains, snakes swallowing rats, bears climbing trees to gobble up to honey laden combs. അപ്പം നോക്ക്, ഇളം പുല്ലു തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പ്, വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ കുടിക്കുന്ന കരടി, അങ്ങനെ എത്ര കാഴ്ചകൾ. അപ്പോൾ ഓരോ ജീവികളുടെയും ആഹാരത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് അവിടെ പറയുന്നത്, അല്ലേ? ഹൗ ഡൈവേഴ്സ് ദീസ് സൈറ്റ്സ് ആർ. ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാര സമ്പാദന രീതികളും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. Haven't you observed the diverse food of organisms around you and the method they adopt to collect it? Come a list of the organisms you have observed and their respective food. അപ്പം നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ജീവികളുടെയും അവയുടെ ആഹാരം ഉൾപ്പെട്ട ഒരു പട്ടിക പൂർത്തിയാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദ ഓർഗാനിസം, അവയുടെ ഫുഡ്. കൗ ഏതൊക്കെയാണ് കഴിക്കുന്നത്? കൗവിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്? ഗ്രാസ്, സ്ട്രോ, വൈക്കോല്. പശു ഏതൊക്കെ? പുല്ലും വൈക്കോലും കഴിക്കും. ഗോട്ട്, ലീവ്സ്, ബനാന പീൽ, ഇലകൾ, പഴത്തൊലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 1-2 വീതമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്യാറ്റ് എന്ന് പറയുമ്പോൾ മൈസ്, ഫിഷ്, പൂച്ച എലിയെയും മത്സ്യത്തെയും കഴിക്കുന്നു. ബിയർ, ഹണി, ഫിഷ്, കരടി തേനും മത്സ്യവും കഴിക്കുന്നുണ്ട്. റാബിറ്റ്, ക്യാരറ്റ്, ലീവ്സ്, മുയൽ ക്യാരറ്റ് ഇലകളൊക്കെ കഴിക്കുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ്, മനുഷ്യൻ കുക്ക്ഡ് റൈസ്, ഫിഷ്, ചോറ്, മത്സ്യം എന്നിവ കഴിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, കൗ കഴിക്കുന്ന ആഹാരമല്ല മറ്റുള്ളവ കഴിക്കുന്നത്. അപ്പോൾ ഓരോ ജീവികളുടെയും ആഹാര വ്യവസ്ഥയിൽ വ്യത്യാസം ഉണ്ട്, അല്ലേ? ആഡ് മോർ ഓർഗാനിസം ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. ഇനി നമുക്ക് ഒരുപാട് ജീവികളെ എഴുതാം, അവയുടെ ആഹാരത്തിനെ കുറിച്ചും എഴുതാം. ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസം ഇൻറ്റു ഹെർബിവേഴ്സ്, കാർണിവേഴ്സ് ആൻഡ് ഒമിനിവേഴ്സ്. റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കാനാണ്. എന്നിട്ട് അവയിൽ നിന്ന് സസ്യാഹാരി ഹെർബിവേഴ്സ്, മാംസാഹാരി കാർണിവേഴ്സ്, മിശ്രാഹാരി ഒമിനിവേഴ്സ് എന്നിങ്ങനെ ജീവികളെ തരംതിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഹെർബിവേഴ്സ് എന്ന് പറയുന്നത് സസ്യം മാത്രം കഴിക്കുന്ന ജീവികളെ ഹെർബിവേഴ്സിൽ എന്ന് പറയും. മാംസാഹാരം കഴിക്കുന്നവയെ കാർണിവേഴ്സ് എന്ന് പറയും. മിശ്രാഹാരം, അപ്പോൾ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവയാണ് മിശ്രഹാരി, ഓംനിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഓംനിവേഴ്സിൽ വരുന്നതാണ്. നോക്കാതെ ഏതൊക്കെയാണെന്ന് നോക്ക്. ഹെർബിവേഴ്സിന് എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പറയാം? കൗ, എലിഫന്റ്, റാബിറ്റ്, ഡിയർ, ജിറാഫ്, ഇതൊക്കെ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്നവയാണ്. കാർണിവേഴ്സ് എന്ന് പറയുന്നത് ഈറ്റ് മീറ്റ്
ഏതൊക്കെ മീറ്റ് ഭക്ഷിക്കുന്നവ? ലയൺ, ടൈഗർ, ഷാർക്ക്, വൂൾഫ് ഇതൊക്കെ എന്തോന്നാണ്? കാർണിവേഴ്സിൽ വരുന്നതാണ്. ഒമിനിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും മീറ്റും ഭക്ഷിക്കുന്നവയാണ് ഒമിനിവേഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ, ബിയർ, പിഗ്, ക്രോ, ഡോഗ് ഇതൊക്കെ ഒമിനിവേഴ്സിൽ വരുന്നതാണ്. മനസ്സിലായ? സസ്യാഹാരി എന്ന് പറയുമ്പോൾ പശു, ആന, മുയൽ, മാൻ, ജിറാഫ് എല്ലാം സസ്യാഹാരിയിൽ വരുന്നു. മാംസാഹാരിയിൽ വരുന്നത് സിംഹം, കടുവ, കഴുകൻ, സ്രാവ്, ചെന്നായ. മിശ്രാഹാരിയിൽ വരുന്നത് മനുഷ്യൻ, കരടി, പന്നി, കാക്ക, നായ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്താണ്? ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ന്യൂട്രീഷൻ മീൻസ് എന്താണ്? പോഷണം. പോഷണം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് പോഷണം എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ. അപ്പോൾ എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്തോന്ന് പറയുന്നത്? പോഷണം എന്ന് പറയുന്നത്. ഓർഗാനിസം ഒബ്റ്റെയിൻസ് ആൻഡ് യൂട്ടിലൈസ് ഫുഡ് എന്നാണ് എന്തോന്ന് പറയുന്നത്? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തെന്താണ്? എവരി ഓർഗാനിസം ഒബ്റ്റെയിൻ ദ എനർജി നെസസറി ഫോർ ഇറ്റ്സ് vital activities from their food. The food we consume undergoes various changes within our body. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. How is ingested food utilized by the organism? സ്വീകരിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അപ്പം നമുക്ക് ഇതിൽ ഒരു കാര്യം പറയാം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്. എവരി ഓർഗാനിസം ഒബ്റ്റെയിൻ ദ എനർജി നെസസറി ഫോർ ഇറ്റ്സ് വൈറ്റൽ ആക്ടിവിറ്റീസ് ഫ്രം ദെയർ ഫുഡ്. ഓക്കെ, അതെങ്ങനെ നോക്കാം. ആദ്യത്തത് ഇഞ്ചക്ഷൻ, ആഹാര സ്വീകരണം. There are 5 stages in nutrition. പോഷണത്തിന്റെ 5 ഘട്ടങ്ങളാണ് ഉള്ളത്. The first stage is ingestion. അതിൽ ആദ്യത്തേത് ഏതാണ്? ഇഞ്ചക്ഷൻ എന്ന് പറയും. The food first reaches the mouth. What are the changes that occur food in the mouth? അപ്പോൾ പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്താണ്? ആഹാര സ്വീകരണം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്? വായിലാണ്. വായിൽ വെച്ചാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വായിൽ വെച്ച ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു? നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന്. എന്തൊക്കെയാണ്? ഇറ്റ് മിക്സ് വിത്ത് സലൈവ. നമ്മൾ ആഹാരം വായിലോട്ട് വച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ചവയ്ക്കും അല്ലേ? അത് നമ്മുടെ ഏതുമായിട്ട്? സലൈവയായിട്ട് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഫുഡ് ഈസ് ച്യൂഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത്. ടീത്തിന്റെ സഹായത്തോടെ നല്ലോണം ചവയ്ക്കുന്നു. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത്. മൗത്തിൽ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉമിനീരുമായി കലരുന്നു. പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചയക്കപ്പെടുന്നു. ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിപ്സ്, ടങ്, ടീത്ത് ഇൻ ഇഞ്ചക്ഷൻ? എന്തുവാണ്? ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത്? അത് നമുക്ക് നോക്കാം എന്ത് പങ്കാണ് വഹിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റിലത്തെ എന്താണ്? ഇഞ്ചക്ഷൻ എന്താണെന്ന് മനസ്സിലായ? ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഇഞ്ചക്ഷൻ ആഹാര സ്വീകരണം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. അത് നമ്മുടെ വായിലാണ് നടക്കുന്നത്. അത് വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ് മിക്സസ് വിത്ത് സലൈവ. ഫുഡ് ഈസ് ച്യൂഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീത്ത്. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത്. ഓക്കെ, അത് പഠിക്കണേ. അടുത്ത് നോക്കിയോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിപ്സ്, ടങ് ആൻഡ് ടീത്ത് ഇൻ ഇഞ്ചക്ഷൻ? എന്തൊക്കെ റോളാണ് ലിപ്സിനും ടൂത്തിനും പിന്നെ എന്തോന്നാണ് ടങ്ങിനും ഒക്കെ ഉള്ളതെന്ന് നോക്കാം. എന്താണ്? ലിപ്സ് ടു പ്രിവെന്റ് ഫുഡ് ഫ്രം സ്പില്ലിംഗ് ഔട്ട്. ആഹാരം പുറത്തു പോകാതിരിക്കാൻ ചുണ്ട് നമ്മളെ സഹായിക്കുന്നു. ടൂത്ത് ആണെങ്കിലോ ടു ച്യൂ.
പല്ല് നമുക്ക് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ടങ്കാണെങ്കിലോ ടു മൂവ് ഫുഡ് ബിറ്റ്വീൻ ടീത്ത് ടു ടേസ്റ്റ്. ആഹാരത്തെ പല്ലുകൾക്കിടയിൽ എത്തിക്കാൻ ആര് സഹായിക്കുന്നു? നാവ് സഹായിക്കുന്നു. അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും പങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ, യൂസസ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ലിപ്സ് ടു പ്രിവെന്റ് ഫുഡ് ഫ്രം സ്പില്ലിംഗ് ഔട്ട്, ടൂത്ത് ടു ചൂ, ടങ് ടു മൂവ് ഫുഡ് ബിറ്റ്വീൻ ദ ടീത്ത് ആൻഡ് ടേസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ ടീത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ടീത്തിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നോക്ക്, പല്ലിന്റെ നെടുകെയുള്ള ഛേദ, ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ടൂത്ത്. ഈ മോളിൽ കാണുന്ന ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നത് അതിനെ ഇനാമൽ എന്നാണ് പറയുന്നത്. നോക്കാം. ടീത്ത് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. The structure and arrangements of teeth is suitable for biting, chewing and grinding food. ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ടീത്തിനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് പറയാം. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലിന് ഉള്ളത്. ഓക്കെ, ഇനാമൽ ഈസ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത്. പല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഭാഗം ഏതാണ്? ഇനാമൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൾസോ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഈസ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ തന്നെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഏത്? ഇനാമൽ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ വരാം. അതിൽ ഹ്യൂമൻ ബോഡിയിലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത് ഏതാണെന്ന് ചോദിക്കാം. രണ്ടിൻ്റെ ആൻസർ ഒന്നാണ്, ഇനാമൽ. പല്ലിന്റെ ഉപരിതല പാളി ഏതാണ്? ഇനാമൽ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്, പല്ലിന്റെ ഇനാമലാണ്. ഓക്കെ, അടുത്ത നോക്കുക. മിൽക്ക് ടീത്ത് ആൻഡ് പെർമനന്റ് ടീത്ത്. അപ്പൊ നമ്മൾ ടീത്തിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ വരുന്ന 2 ടീത്താണ് മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തും. നോക്കൂ. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ഫാസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്? നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ പല്ലുകൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അല്ല. ആണോ? അല്ല, കുറേയൊക്കെ എല്ലാം പൊഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? Will an infant a first set teeth last throughout its life? ഒരു കുഞ്ഞിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ തന്നെയാണോ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നത്? ആണോ? അല്ല. നമുക്ക് പല്ല് വീഴുന്നു പിന്നെയും പൊടിക്കാറുണ്ട്, ഇല്ലേ? അതിൽ മിൽക്ക് ടീത്തിനെ കുറിച്ചാണ് പറയുന്നത്. മിൽക്ക് ടീത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യം പൊടിച്ചു വരുന്ന ടീത്ത്. ഇൻ ഇൻഫാൻസ് ടീത്ത് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് അറൌണ്ട് ദ ഏജ് ഓഫ് 6 months. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് കുട്ടികളിൽ പല്ല് മുളയ്ക്കുന്നത്. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. അപ്പൊ മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇൻഫാൻസ് ടീത്ത് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് അറൌണ്ട് ദ ഏജ് ഓഫ് 6. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. ഏകദേശം 20 മിൽക്ക് ടീത്ത് ഉണ്ടാവും, മുകളിലും താഴെയും കൂടെ ആയിട്ട്. അപ്പോൾ പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾക്കാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. എത്ര എണ്ണം കാണും പാൽപ്പല്ലുകൾ? മുകളിൽ 10, താഴെ 10. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? 20 പാൽപ്പല്ലുകൾ ഉണ്ടാകും. ഓക്കെ, അടുത്ത പെർമനന്റ് ടീത്ത്. Permanent teeth are those that replace milk teeth when they fall off. If permanent teeth break or fall out, new teeth will not grow in its place. അപ്പോൾ പെർമനന്റ് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പെർമനന്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് ഫാൾ ഓഫ്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്, പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. ഇവ പൊട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. ഇത് പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ അവിടെ എന്തോന്ന്? പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുന്ന പല്ലുകളാണ് എന്തോന്നാണ്? സ്ഥിര ദന്തങ്ങൾ എന്ന് പറയുന്നത്. പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത് എന്തോന്നാണ്? ആദ്യത്തെ പാൽപ്പല്ലുകൾ പോയതിനു ശേഷം പൊടിച്ചു വരുന്നതാണ് എന്തോന്ന്? സ്ഥിര ദന്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പഠിക്കണം, ഇതുവരെയും പഠിക്കണം. ഇതാണ് പെർമനന്റ് ടീത്ത്. അടുത്ത് നോക്കാം. ദ ഫുഡ് വി ഈറ്റ് ആർ ദേ ദ സെയിം?
Some are large and hard while some others are soft. Various type of teeth assist us in biting and tearing, chewing and grinding different food items. അപ്പൊ നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ? അല്ല. ആണോ? അല്ല. ചിലത് കാഠിന്യം കൂടിയതും മറ്റു ചിലത് മൃദുവായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്നതാരാണ്? ടീത്ത്, പല്ലുകളാണ്. ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ആ പല്ലിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ പല്ലുകളുടെയും പേരുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? മോളാർസ്. അതാ ഈ കാണുന്ന പല്ലുകളാണ് മോളാർസ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന പല്ലുകൾ. പ്രീ മോളാർസ്, അത് 2 പല്ല് കഴിഞ്ഞിട്ട് ഇപ്പുറം വരുന്നതാണ് കാനൈൻസ് എന്ന് പറയും. ഇത് കാനൈൻസ്. അടുത്ത് ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പല്ലിനാണ് ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആദ്യത്തെ മോളാർസ് എന്ന് പറയുന്നത് ചർവണകം, പ്രീമോളാർസ് എന്ന് പറയുന്ന അഗ്രചർവണകം, പിന്നെന്തോന്നാണ് കോമ്പല്ല്, 2 സൈഡിലും കാണും ഇത്തിരി കൂർത്തപ്പല്ല്, പിന്നെ ഉള്ളത് ഉള്ളിപ്പല്ല്. ഇനി ആ പല്ലുകളെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. Observe the pictures and try to understand the different types of teeth and their positions. വിവിധ തരം പല്ലുകളാണ് മുകളിൽ തന്നിരിക്കുന്ന ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പല്ലുകളെയും അവയുടെ സ്ഥാനവും മനസ്സിലാക്കാൻ പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളോ അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അടുത്തൊരു ചാർട്ട് തന്നിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ പല്ലിനെ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാതെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ആദ്യത്തത് ഇൻസിസർ. ഇൻസിസർ എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ലെന്ന് പറയും. എന്തോന്നാണ് അതിൻ്റെ പൊസിഷനും അതിൻ്റെ യൂസും ആണ് പറയുന്നത്. 8 ഇൻസിസേഴ്സ് ഇൻ ഫ്രണ്ട്. ഫ്രണ്ടിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 4 in the upper jaws and 4 in the lower jaws. എത്രണ്ണം? 8 എണ്ണം. 4 എണ്ണം മുകളിൽ, 4 എണ്ണം താഴെയായിട്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് ഇൻസിസേഴ്സ്? 8 എണ്ണം ഉണ്ട്. എന്താണ് ഇതിൻ്റെ യൂസ്? ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഉള്ളിപ്പല്ലെന്ന് പറഞ്ഞാൽ മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം ഉണ്ട്. മൊത്തം 8 എണ്ണം ഉണ്ട്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ കാനൈൻ. കാനൈൻ എന്ന് പറയുമ്പോൾ 4 canines adjacent to incisors on both sides, 2 in the upper and 2 in the lower jaws. അപ്പോൾ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്, അതായത് കോമ്പല്ല് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതമുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്. ടിയർ ആൻഡ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു ഈ കോമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, 4 എണ്ണം ഉണ്ട്. താഴെ 2 എണ്ണം, മുകളിൽ 2 എണ്ണം. അടുത്ത് നോക്കാം, പ്രീമോളാർ. 8 premolars adjacent to canine, 2 on both sides in the upper and lower jaws. അപ്പോൾ അഗ്രചവർണകം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലായി മുകളിലും താഴെയുമായി 4 വീതം പല്ലുകൾ ഉണ്ട്. 4 4, അപ്പോൾ 8 എണ്ണം ഉണ്ട്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായ? അടുത്ത് മോളാർ. മോളാറിൽ വരുമ്പോഴത്തേക്ക് 12 molar teeth near the premolars on both sides at the back, 6 in the upper jaws and 6 in the lower jaws. മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതം, മൊത്തം 12 എണ്ണം. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ടു chew ആൻഡ് grind ഫുഡ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ പല്ലുകളാണ് പഠിച്ചത്? ഇൻസിസേഴ്സ്, കാനൈൻ, പിന്നെന്തോന്നാണ്? പ്രീമോളാർ, മോളാർ. ഓക്കെ, അപ്പം നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. പ്രീമോളാർസ് കാനൈൻ എന്ന് പറയുന്നത് 4. 8 4 12 എണ്ണമായി. അടുത്ത പ്രീമോളാർ എന്ന് പറയുന്നത് 8. 12 8 20ആയി. മോളാർ എന്ന് പറയുന്നത് എത്രയാണ്? 12 എന്ന് പറഞ്ഞു. 20 12 32. അപ്പോൾ ഒരു അഡൽട്ടിൽ എത്ര പല്ലുകൾ ഉണ്ടാവും? 32 അല്ലേ?
എല്ലാം കൂടെ 32 ആയില്ലേ? നോക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഫുള്ള് പഠിക്കണം. ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തിനെ കുറിച്ചുള്ളത്, വ്യത്യസ്ത തരം പല്ലുകളെ കുറിച്ചുള്ളത് നല്ലോണം പഠിക്കണം. അതിൻ്റെ യൂസസും പൊസിഷനും നമ്പറും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. ദ ജനറിക് നെയിം ഫോർ മോളാസ് ആൻഡ് പ്രീമോളാസ് ഇൻ മോളാസ്. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി നമുക്ക് എന്തോന്ന് പറയാം? അണപ്പല്ലുകൾ എന്ന് വിളിക്കാം. ഏതൊക്കെ? അഗ്രചർവണകം, ചർവണകം, അവയെ എന്തോന്ന് പറയുന്നു? അണപ്പല്ലുകൾ എന്ന് പറയുന്നു. മോളാസ് ആൻഡ് പ്രീമോളാസിന് എന്തോന്ന് പറയും? മോളാസ് എന്ന് പറയും. മോളാസ് ആൻഡ് പ്രീമോളാസിന്. ഓക്കെ, ഹൗ മെനി ടീത്ത് ഡസ് അഡൾട്ട് ഹാവ്? പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാകും? 32. ഓക്കെ, അടുത്ത് നോക്കുക. മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത, അവയുടെ ആഹാര രീതി എന്തൊക്കെ, അതൊക്കെ ഒന്ന് വിശകലനം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, മാംസാഹാരികളുടേതെന്ന് പറയുമ്പോഴത്തേക്ക് പല്ലുകൾക്ക് നല്ല മൂർച്ച ഉണ്ടാവും. സസ്യാഹാരികളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ മൂർച്ച ഉണ്ടാവില്ല. കണ്ട, ഇവിടെ ഈ ഒരു പിക്ചർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഇത് മാംസാഹാരി, ഇതെന്തോന്നാണ്? കാർണിവേഴ്സ് ആണ്. ഈ കാർണിവേഴ്സിന്റെ പല്ലുകൾ കണ്ടോ? 4 പല്ല് വലിച്ച് കീറാൻ കണക്കാക്കി. എന്നാൽ ഇത് ഹെർബിവേഴ്സിന്റെ നോക്ക്, പശുവിന്റെ ഒക്കെ പല്ല് നല്ല ചപ്പപ്പല്ല്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പുല്ലുകളൊക്കെ ചവച്ചരയ്ക്കാൻ പറ്റത്തക്ക രീതിയിൽ. ദ canines of carnivores are much developed and it helps to biting and tearing meat. അപ്പോൾ മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ എന്തോന്നാണ്? ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. അവയുടെ പല്ലുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല പരന്ന പല്ല്, ഇത് നല്ല കൂർത്ത പല്ല്. ഓക്കെ, കൂർത്ത പല്ല് ഫ്ലഷ് കടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടുള്ളത്, മറ്റേത് നല്ല ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇലകളൊക്കെ. ഓക്കെ, അടുത്ത് ടൂത്ത് ഡീക്കേ, ദന്തക്ഷയം. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ എ masticating food, hence they should be protected with care, but in many people tooth undergoes decay. അപ്പോൾ ദന്തക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ മിക്ക ആളുകളിലും പല്ലുകൾ കേടുവരാറുണ്ട്, ഇല്ലേ? പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മുട്ടായിയൊക്കെ കഴിച്ച് ഒത്തിരി കേടുവന്ന പല്ലുകൾ ഒത്തിരി പേരിൽ നമുക്ക് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ പല്ലുകൾക്ക് പോട് വന്ന് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പല്ലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകൾ നമ്മൾ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, let's do an experiment to find out how tooth decays. കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതം. എങ്ങനെയാണ് പല്ല് കേടാകുന്നതെന്ന് നോക്കാം. മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് കാൽസ്യം കമ്പോണൻസ്. ടേക്ക് എ സ്മാൾ പീസസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് ഹാൻഡ് ലെൻസ്. പുട്ട് ഇറ്റ് എ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആഫ്റ്റർ സം ടൈം ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് അഗൈൻ ഒബ്സർവ് ദ ഹാൻഡ് ലെൻസ്. അപ്പോൾ കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയ കഷ്ണം എടുത്ത് ഹാൻഡ് ലെൻസിലൂടെ നിരീക്ഷിക്കാനാണ്. ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസിലൂടെ നോക്കുക. മാർബിൾ കഷ്ണം എന്തോന്ന് ചെയ്യുക? അത് പൊടിഞ്ഞു പോകും. കാര്യം എന്തോന്നാണ്? മാർബിൾ എന്ന് പറയുന്നത് നമ്മളെ പല്ലിനെ പോലെ കാൽസ്യം അടങ്ങിയതാണ്. അതിലോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പോകുമ്പോഴത്തേക്ക്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇടുമ്പോഴത്തേക്ക് ആ മാർബിൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. What changes do you observe the marble piece? It is seen that the marble has started to corrode. The reason it is as it has to reacted with the calcium component in marble. കാര്യം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായി കാണാം. എന്തോന്നാണ്? ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. ആസിഡ്
കാൽസ്യം സംയുക്തമായ മാർബിളുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. അതുപോലെയാണ് ടൂത്ത് ഇനാമൽ ഈസ് ആൾസോ എ കാൽസ്യം കോമ്പൗണ്ട്. പല്ലുകൾ കേടുവരാൻ കാരണം എന്തോന്നാണ്? നമ്മുടെ പല്ല് എന്ന് പറയുന്നത് ഏതാണ്? ഇനാമലാൽ നിർമ്മിതാണെന്ന് പറയുന്നു. ഈ ഇനാമൽ എന്ന് പറയുന്നത് എന്തോന്നാണ്? കാൽസ്യം കോമ്പൗണ്ട് ആണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡിക്കേഡ് ഗ്രാജുവലി. ഇത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് എന്തോന്ന് കേട് സംഭവിക്കുന്നത്. പല്ലിന്റെ ഇനാമൽ ഒരു കാൽസ്യം സംയുക്തമാണ്. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു. അങ്ങനെയാണ് പല്ല് നശിക്കുന്നത്. അപ്പോൾ ഹൗ ദ ടൂത്ത് ഡീക്കേഡ് എന്ന് വെച്ചാൽ എന്ത് പറയാം? ടൂത്ത് ഈസ് enamel is also calcium compound. It reacts with the acid. It gets damaged. അടുത്ത് നോക്ക്. ലെറ്റ്സ് ലിസൺ ടു കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ഹെർ ഡെന്റിസ്റ്റ്. ഒരു കുട്ടിയും ഒരു ഡെന്റിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. നമുക്ക് മനസ്സിലായി നമ്മുടെ പല്ലുകൾ എത്രണ്ണം ഉണ്ടെന്നും അതിൽ എന്താണ് എങ്ങനെ ഏതൊക്കെ പല്ലുകൾ എവിടെയൊക്കെയാണെന്നും ഓരോന്നിൻ്റെയും ഉപയോഗം എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ പല്ലുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായ ഒരു കാര്യമാണ്, അല്ലേ? നോക്കൂ, ഇനി ഈ ഡെന്റിസ്റ്റും ചൈൽഡും ആയിട്ടുള്ള കോൺവെർസേഷൻ എന്താണെന്ന് നോക്കാം. ഡോക്ടർ, മൈ സിസ്റ്റർ ഹാസ് ഡെന്റൽ കാരീസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഡോക്ടർ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു. എന്താണ് ഇതിന് കാരണം? അപ്പോൾ എന്താണ് കാരണം? ഇഫ് യു ഡോണ്ട് ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്, ബാക്ടീരിയ സ്ട്രക്ക് ബിറ്റ്വീൻ ദ ടീത്ത്. This will result in lactic acid production. This is what damage the teeth. എന്തുകൊണ്ടാണ് പല്ല് ഡാമേജ് ആകുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ്? ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഇത് പല്ല് കേടുവരുത്തുന്നു. പല്ല് കേടുവരുത്താൻ പ്രധാന കാരണം ഇതാണ്. ഇതാണ് അമ്മമാർ പറയുന്നത്, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകണേ എന്ന് പറയുന്നത്, അല്ലേ? വായ് നല്ലവണ്ണം കഴുകണേ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പല്ല് കേടാകും. അപ്പോൾ എങ്ങനെയാണ് പല്ലുകൾ കേടുവരുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്? ടൂത്ത് ഡീക്കേ, ദന്തക്ഷയം എങ്ങനെയാണ് ഉണ്ടാകുന്ന? പല്ലിന്റെ എനാമൽ ഒരു കാൽസ്യം സംയുക്തമാണ്. അത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുകയും ദന്തക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ടൂത്ത് ഇനാമൽ ഈസ് എ കാൽസ്യം കോമ്പൗണ്ട്. ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡാമേജ്ഡ് ഗ്രാജുവലി, കേസിംഗ് ടൂത്ത് ഡീക്കേ. ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളതാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡെന്റൽ കാരീസ്? പല്ലുകൾ കേടുവരുന്നതിന് കാരണം എന്താണ്? ഇഫ് യു ഡോണ്ട് ക്ലീൻ ദ മൗത്ത് properly after having food, bacteria will feed on the food particles struck between the teeth. This will result in lactic acid production and damage the teeth. എന്താണ് പല്ലുകൾ കേടുവരാൻ കാരണം? ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് പല്ലുകളെ കേടുവരുത്തുന്നത്. കുറച്ച് നാൾ പിടിച്ചു ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അതുകൊണ്ടാണ് പല്ലുകൾ നല്ലോണം വൃത്തിയാക്കണമെന്ന് പറയുന്നത്. ആഹാരം കഴിച്ചതിന് ശേഷം രാവിലെയും രാത്രിയും പല്ലുകൾ തേക്കണമെന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ലാക്റ്റിക് ആസിഡ് എ വെരി വീക്ക് ആസിഡ്. ഹൗ ഡസ് ഇറ്റ് കോസ് ടൂത്ത് ഡീക്കേ? അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ആണല്ലോ, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത്? മാർബിൾ പീസ് സ്റ്റാർട്ടഡ് ടു corrode when it react with hydrochloric acid. Likewise, enamel, which is a calcium compound, reacts with lactic acid and causes tooth decay in the long run. കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഈസ് എ വെരി വീക്ക് ആസിഡ്. ഹൗ ഡസ് ഇറ്റ് കാസ് ടൂത്ത് ഡീക്കേ? എങ്ങനെയാണ്? ലാക്റ്റിക് ആസിഡ് എന്ന ഒരു ആസിഡാണ്, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത്? ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം പ്രോഡക്റ്റ് ആണ്. ഇനാമൽ ഈസ് എ കാൽസ്യം കോമ്പൗണ്ട്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ലാക്റ്റിക് ആസിഡ് ആൻഡ് കേസ് ടൂത്ത് ഡീക്കേ. കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. മനസ്സിലായോ? അടുത്ത നോക്കൂ.
I clean my teeth thoroughly at night, but sometimes after eating sweets, I skip it. Is there anything wrong in it, doctor? അപ്പോൾ ചോദിക്കുകയാണ്, കുട്ടി ചോദിക്കുകയാണ്, ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. No matter what food you eat, you should clean your mouth well, especially after consuming it. Otherwise, it will accelerate the bacterial action. Brush your teeth in the morning before breakfast and at night after dinner. Always clean your mouth whenever you eat something. ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര പദാർത്ഥങ്ങൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. രാവിലെ ഭക്ഷണത്തിന് മുമ്പ്, രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണ ശേഷം വായ നമ്മൾ നല്ലോണം വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ രാവിലെ ആയാലും രാത്രിയിലായാലും ആഹാരം കഴിച്ചതിന് ശേഷം നല്ലോണം പല്ല് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.